നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏറെ പരിചിതമായ ഈന്തപ്പഴം നൽകുന്ന ഈന്തപ്പനയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈത്തപ്പന, ഈന്തപ്പന എന്നൊക്കെ ഇത് പറയാറുണ്ട്. അരക്കേസി കുടുംബത്തിലെ ഫീനിക്സ് ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് ഈന്ത. ഔഷധ യോഗ്യവും സ്വാദിഷ്ടവും ഭക്ഷ്യയോഗ്യവും പോഷകമൂല്യമുള്ളതുമൊക്കെയാണ് ഇതിൻ്റെ ഫലം. ഇതൊരൊറ്റത്തടി വൃക്ഷമാണ്. ഈന്തപ്പനയുടെ ഫലം ഈന്തപ്പഴം അല്ലെങ്കിൽ ഈത്തപ്പഴം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അറബി നാട്ടിലെ കൽപ്പവൃക്ഷം, ജീവൻ്റെ വൃക്ഷം, മരുഭൂമിയുടെ കനി എന്നെല്ലാം ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. സൗദി അറേബ്യയുടെയും ഇസ്രായേലിൻ്റെയും ദേശീയ ചിഹ്നം കൂടിയാണ് ഈ സസ്യം. മരുഭൂമിയിൽ സാധാരണ കണ്ടുവരുന്ന ഫലവൃക്ഷമാണ് ഈന്തപ്പന. നൈസർഗികമായി ഇത് മരുപ്പച്ചകളിൽ കൂട്ടം കൂടിയാണ് ഉണ്ടാകാറുള്ളത്. ഏക്കർ കണക്കിന് വരുന്ന കൃഷിയിടങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഈന്തപ്പഴം കൃഷി ചെയ്തു വരാറുണ്ട്. സാന്ദ്രീകൃതമായ ഊർജ്ജമടങ്ങിയതും സൂക്ഷിച്ചു വയ്ക്കാവുന്നതും മരുഭൂമിയിലെ ദീർഘയാത്രയിൽ കൊണ്ടു നടക്കാവുന്നതുമൊക്കെയായ ഒരു ഭക്ഷ്യവിഭവം എന്നതിനുപരിയായിട്ട് വീട്ടാവശ്യങ്ങൾക്കും കൃഷി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ മരം ഉപയോഗിക്കാറുണ്ട്. മരത്തിൻ്റെ വേര് മുതൽ തല വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രയോജനപ്രദമാണ്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫീനിക്സ് ഡാക്ടിലിഫെറ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ ഈത്തപ്പന, ഈന്തപ്പന, ഈത്ത, ഈന്ത എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഡേറ്റ് പാം എന്നാണ് വിളിക്കുക. സംസ്കൃതത്തിൽ ഇതിനെ ഹർജുരു, ദീപ്യ, ഗജഭക്ഷ്യ, മധുസ്രാവ, ഫലപുഷ്പി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ പിണ്ടഹെർജർ എന്നാണ് വിളിക്കുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ കർജൂരക്കായ് എന്ന് വിളിക്കാറുണ്ട്. തമിഴിൽ ഇതിനെ പെരിച്ചംകായ്, ഈച്ചംകായ്, ഈച്ചുമരം എന്നൊക്കെ വിളിക്കാറുണ്ട്. അറബിയിൽ ഇതിനെ നഹ്ല എന്നാണ് വിളിക്കുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഈ പനയുടെ യഥാർത്ഥ ഉത്ഭവസ്ഥലം എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. BC 6000 മുതൽക്ക് തന്നെ ഈ പന ഈജിപ്തിലും ഇറാഖിലും പ്രധാന വിളകളിൽ ഒന്നായിരുന്നു എന്ന് പറയപ്പെടുന്നു. അറബ് രാജ്യങ്ങളിലും മറ്റു വടക്കനാഫ്രിക്കൻ രാജ്യങ്ങളിലും ഇത് വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. അമേരിക്കയിലെ കാലിഫോർണിയ, സ്പെയിൻ, പാകിസ്ഥാൻ, ഇന്ത്യയിലെ ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൊക്കെയും ഈന്തപ്പന കൃഷി ചെയ്യുന്നുണ്ട്. പണ്ട് പാലസ്തീനിൽ ഇത് ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ ദേശക്കാർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാഞ്ഞതുകൊണ്ട് ആ കൃഷി അത്ര അഭിവൃദ്ധി പ്രാപിച്ചില്ല. ഇപ്പോഴും അവിടെ ഉണ്ട്, പക്ഷെ വ്യാപകമായിട്ടില്ല. രൂപവരണം നോക്കാം. ഏതാണ്ട് 15 മുതൽ 35 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഒറ്റത്തടി വൃക്ഷമാണ് ഈന്തപ്പന. പനജാതിയിൽപ്പെട്ട എല്ലാ വൃക്ഷങ്ങളെയും പോലെ മുകളറ്റത്ത് ആണ് ഓലകൾ കാണപ്പെടുക. തെങ്ങോല പോലെ ഒരു തണ്ടിൽ നിന്നും പല ഭാഗങ്ങളിലേക്കുമാണ് ഇതിൻ്റെ ഇലകൾ കാണപ്പെടുക. ഓലകൾക്ക് 3 മീറ്ററോളം നീളമുണ്ട്. എന്നാൽ അതിലുള്ള ഈ ഇലകൾക്ക് ഒരടിയോളമേ നീളമുണ്ടാകുള്ളൂ. മാർച്ച് മാസത്തോടെ ഈന്തപ്പനകൾ പൂക്കാറുണ്ട്. പൂക്കുലകളുടെ തണ്ടുകൾ ഇലകൾക്കിടയിൽ നിന്നുമാണ് പുറപ്പെടുന്നത്. ഇതിൻ്റെ കപ്പിൽ നിന്നാണ് പുറപ്പെടുക. പെൺപൂക്കളേക്കാൾ ചെറുതാണ് ആൺപൂക്കൾ. ഈന്തപ്പഴക്കുലയ്ക്ക് 5 മുതൽ 25 കിലോ വരെ ഭാരം വരാറുണ്ട്. പനയുടെ ഇനമനുസരിച്ച് മഞ്ഞ, ഓറഞ്ച്, കടും ചുവപ്പ് തുടങ്ങിയ വർണ്ണങ്ങളിലാണ് ഈന്തപ്പഴങ്ങൾ കാണപ്പെടുന്നത്. പഴങ്ങൾ പാകമാവുന്നതോടുകൂടി അവ നീണ്ട് പുറത്തേക്ക് എത്തുന്നു. ഭാരമേറിയ പഴക്കുലകളും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഈന്തപ്പനകൾ മനോഹരമായ ഒരു കാഴ്ചയാണ്. ജൂലൈ മാസത്തോടെ കായ്കൾ പഴുക്കാൻ തുടങ്ങും. ഒരു മരത്തിൽ നിന്ന് ഒരു സീസണിൽ 100 കിലോയോളം ഈന്തപ്പഴങ്ങൾ ലഭിക്കും. പഴങ്ങളിൽ ജലാംശം പൊതുവെ കുറവാണ്. അതിനാൽ ഈന്തപ്പഴങ്ങൾ ഉണങ്ങിയാലും പഴുത്ത പഴത്തോളം തന്നെ വലിപ്പമുണ്ടാകും. വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. പഴത്തിൻ്റെ ബാഹ്യ രൂപം നോക്കി ഈന്തപ്പഴം ഉണങ്ങിയതാണോ എന്ന് പറയാൻ പറ്റും. ചുളിവുള്ള ചർമ്മം ഉണങ്ങിയ ഈന്തപ്പഴത്തിനെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ മൃദുലമായ ചർമ്മമാണെങ്കിൽ പഴുത്ത പഴത്തെ സൂചിപ്പിക്കുന്ന. മറ്റു പനവർഗ്ഗങ്ങളിൽ നിന്നും വിഭിന്നമായി
ഈന്തപ്പനയിൽ അപൂർവമായി ശിഖരങ്ങൾ ഉണ്ടാകാറുണ്ട്. ശിഖരത്തിൽ ഫലവും ഉണ്ടാകാറുണ്ട്. എത്ര പ്രായമായ ഈന്തപ്പനയും പറിച്ചു നട്ടു കഴിഞ്ഞാൽ അത് പിടിക്കുകയും അടുത്ത വർഷം തന്നെ ഫലമുണ്ടാവുകയും ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. വൃക്ഷത്തിൻ്റെ ചുവട്ടിലുണ്ടാകുന്ന തൈകളോ വിത്ത് മുളപ്പിച്ച തൈകളോ വംശവർദ്ധനവിന് വേണ്ടി ഉപയോഗിക്കാം. ഈന്തപ്പനയുടെ വിത്തുകൾ വർഷങ്ങളോളം മണ്ണിനടിയിൽ വികസിക്കാതെ അനുകൂല സാഹചര്യം ഉണ്ടാകുന്നതുവരെ സുഷുപ്ത അവസ്ഥയിൽ കഴിയാനായിട്ട് കഴിവുള്ളതാണ്. ഇതിൻ്റെ ഇനങ്ങളെ നോക്കാം. അറേബ്യയിൽ മാത്രം ഏതാണ്ട് 50-ൽ പരം വൈവിധ്യമാർന്ന ഈന്തപ്പനകൾ പ്രചാരത്തിലുണ്ട്. ലോകത്താകമാനം 500-ലധികം ഈന്തപ്പനയുടെ ഇനങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സുക്കറി, ഹലാസ്, ഹനീസി, സബദി, റബിയ, അൻബറ, മദ്റും, മിസ്താനി, അജ്വ എന്നിങ്ങനെ അനേക ഇനം ഈന്തപ്പനകളുണ്ട്. അവയുടെ ഫലങ്ങൾക്ക് നിറത്തിലും വലിപ്പത്തിലും ഗുണത്തിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഫെനിക്സ് സിൽവിസ്റ്റ് എന്ന് ശാസ്ത്രീയ നാമമുള്ള വളരെ ചെറിയ പഴമുണ്ടാകുന്ന ഒരിനം ഈന്തയുണ്ട്. ഫിനിക്സ് സിൽവർ സ്റ്റിച്ച് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈന്തപ്പനയാണ് ഭാരതത്തിലുള്ളത്. ഈന്തപ്പനയുമായി നല്ല സാമ്യമുള്ള മറ്റൊരു വൃക്ഷമാണ് കാട്ടീന്ത. ഉൽപ്പന്നങ്ങളെ നോക്കാം. സീസണിൽ 4 വ്യത്യസ്ത പാകത്തിലുള്ള പഴങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. കിമ്രി എന്ന് പറയുന്ന ഒരിനം, അത് പഴുക്കാത്തവയാണ്. ഹലാൽ എന്ന് പറയുന്ന പകുതി പഴുപ്പ് ആയവ, അത് കടിച്ചു മുറിച്ച് തിന്നാവുന്നതാണ്. റുത്താബ് എന്ന് പറഞ്ഞ പഴുത്ത ഇനം, അത് വെണ്ണ പോലെ മൃദുലമാണ് ഇരിക്കും. തമർ എന്ന് പറയുന്ന ഉണക്കിയ ഈന്തപ്പഴം, അങ്ങനെ പല രൂപത്തിൽ ഈന്തപ്പഴം ലഭ്യമാണ്. വെണ്ണ പോലെ നനുത്ത റുത്താബ് ഈന്തപ്പഴങ്ങൾ ശരിക്കും മാധുര്യമേറിയ പഴം തന്നെയാണ്. ഉണങ്ങിയ ഈന്തപ്പഴങ്ങളിലെ വിത്ത് മാറ്റി അവിടെ നട്ട്സ് വെച്ച് സ്റ്റഫ് ചെയ്തവ. ഈന്തപ്പഴം സിറപ്പാക്കി ഉപയോഗിക്കുന്നത്, അതിനെ ഈന്തപ്പഴ തേനെന്ന് പറയാറുണ്ട്. ഈന്തപ്പഴ പേസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഈന്തപ്പഴ പഞ്ചസാര, ഈന്തപ്പഴ വിനാഗിരി, ഈന്തപ്പഴ ജ്യൂസ്, ഈന്തപ്പഴ ചോക്ലേറ്റ്, ഈന്തപ്പഴ ബിസ്ക്കറ്റ്, ഇങ്ങനെ പലവിധ ഉൽപ്പന്നങ്ങൾ ഈന്തപ്പഴത്തിൽ കൊണ്ടുണ്ടാക്കി മാർക്കറ്റിൽ ലഭ്യമാണ്. പോഷകസമ്പുഷ്ടമാണ് ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ്. ഇത് ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുന്നതാണ്. നന്നായി പഴുത്തതും മൃദു ആകാത്തതുമായ ഈന്തപ്പഴം പുഴുങ്ങി ഉണങ്ങുന്നതാണ് കാരയ്ക്ക എന്ന പേരിൽ വിപണിയിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉൽപ്പന്നങ്ങളാണ്. ഈന്തപ്പഴത്തിൻ്റെ പൊതു ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അറബ് വംശജരുടെ സൽക്കാരങ്ങളിലും ദൈനംദിന ഭക്ഷണത്തിലും ഈന്തപ്പഴങ്ങൾക്ക് സമുന്നതമായ ഒരു സ്ഥാനമുണ്ട്. ഗൾഫ് നാടുകളിലെ റോഡുകളിൽ ഓരങ്ങൾ, പാർക്കുകൾ എന്നിവ മൂടി പിടിപ്പിക്കുന്നതിനും കെട്ടിടങ്ങളുടെ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവയ്ക്കും ഈന്തപ്പനകൾ ധാരാളമായി വളർത്താറുണ്ട്. അതായത് ഇത് സൗന്ദര്യത്തിന് വേണ്ടി കൂടി ഇതിനെ വളർത്തുന്നു എന്ന് സാരം. വലിയ പനകൾ ഫാമുകളിൽ നിന്നും അങ്ങനെ തന്നെ പിഴുതുകൊണ്ടുവന്ന് പുതിയ സ്ഥലത്തേക്ക് നടുകയാണ് ചെയ്യുന്നത്. വളരെ വേഗത്തിൽ അവ പുതിയ സ്ഥലത്ത് വേര് പിടിക്കുകയും ചെയ്യും. പഴത്തിലുള്ള കുരു ഇടിച്ച് ചതച്ച് കന്നുകാലികൾക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കാം. ഈന്തപ്പന ഓലയിൽ നിന്നും ചകിരിയിൽ നിന്നുമൊക്കെ പലവിധ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പായ, കയറ്, കുട്ടകൾ, തൊപ്പികൾ, കരകൗശല വസ്തുക്കൾ എന്നിവയൊക്കെ ഗൾഫ് നാടുകളിൽ ഉണ്ടാക്കാറുണ്ട്. പനയുടെ തടി കൊണ്ട് പണ്ട് വീടുകൾ നിർമ്മിക്കുന്നതിനും വഞ്ചികൾ നിർമ്മിക്കുന്നതിനും വിറകായിട്ടുമൊക്കെ ഉപയോഗിച്ചിരുന്നു. ഈന്തപ്പന കുരുവിൽ നിന്നും എടുക്കുന്ന എണ്ണ, സോപ്പ്, കോസ്മെറ്റിക് സാധനങ്ങളുടെ നിർമ്മാണം എന്നിവയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈന്തപ്പനയുടെ കൂമ്പിൻ്റെ അടിഭാഗത്ത് വാഴപ്പിണ്ടി പോലുള്ള ഒരു വസ്തു ലഭിക്കും. ഇതിന് അറബിയിൽ അൽബുന്നഹിൽ എന്നാണ് പറയുക. ഇത് സലാഡായും സൂപ്പായും ഒക്കെ അവിടുത്തുകാർ ഉപയോഗിക്കാറുണ്ട്. വിശ്വാസവും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ബൈബിളിൽ പഴയ നിയമകാലത്ത് ഈ ഈന്തപ്പന വിശുദ്ധ വൃക്ഷമായി കണക്കാക്കിയിട്ടുള്ള രേഖകൾ നമുക്ക് കാണാൻ പറ്റും. കൂടാരപ്പെരുന്നാൾ മുതലായ വിശേഷ അവസരങ്ങളിൽ സന്തോഷസൂചകമായി ഈന്തപ്പനയുടെ കുരുത്തോലകൾ വീശിയിരുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. റംസാൻ മാസത്തോടനുബന്ധിച്ചുള്ള നോമ്പ് തുറക്കലിൽ ഈന്തപ്പഴവും വെള്ളവും കഴിച്ചുകൊണ്ടാണ് മിക്കവാറും മുസ്ലിങ്ങൾ അത് നിർവഹിച്ചു പോരുക. രാസഘടകങ്ങളെ നോക്കാം.
ഫലത്തിൽ പഞ്ചസാര, പ്രോട്ടീൻ, കൊഴുപ്പ്, ഫൈബർ, കാൽസ്യം, ഇരുമ്പ്, സെലനിയം, സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം, മാംഗനീസ്, ഫെറസ്, ഫോസ്ഫറസ്, സൾഫർ, കോപ്പർ, ക്ലോറിൻ, കരോട്ടിൻ, തയാമിൻ, റിബോഫ്ലാവിൻ, അസ്കോർബിക് ആസിഡ്, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ B1, വിറ്റാമിൻ B2 എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഔഷധമൂല്യത്തെ നോക്കാം. ഈന്തയുടെ ഫലവും കറയും വിത്തും കള്ളും കുരുന്നും ഒക്കെ ഔഷധയോഗ്യമാണ്. കൂടാതെ ഇതിൽ നിന്നുണ്ടാക്കുന്ന കരിപ്പെട്ടിയും കൽക്കണ്ടവുമൊക്കെ ഔഷധ ഗുണമുള്ളതാണ്. കഫത്തെ ക്ഷയിപ്പിക്കുന്നതാണ്, ശ്വാസകോശത്തെ ശുദ്ധീകരിക്കുന്നതാണ്, മൂത്രം വർദ്ധിപ്പിക്കുന്നതാണ്. ഈന്തപ്പഴം ധാതുപുഷ്ടിയും ശരീരബലവും ഓജസ്സും ബുദ്ധിയും വർദ്ധിപ്പിക്കുന്നതാണ്. ക്ഷീണം അകറ്റുന്നതാണ്. വാതം, കാസം, ക്ഷയം, ജ്വരം, ഹൃദ്രോഗം മുതലായവ ശമിപ്പിക്കുന്നതാണ്. അനീമിയ അല്ലെങ്കിൽ വിളർച്ച, ഭാരക്കുറവ്, തളർച്ച, ദഹനക്കുറവ്, എല്ലിൻ്റെ ബലക്ഷയം, കരൾ പ്രശ്നങ്ങൾ, തൊണ്ടവേദന, കൃമിശല്യം, വയറിളക്കം, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, കിഡ്നി പ്രശ്നങ്ങൾ, ശ്വാസനാള രോഗങ്ങൾ, കഫശല്യം, ചുമ എന്നിവയ്ക്കൊക്കെ ആശ്വാസം നൽകുന്നതാണ്. സ്ത്രീ പുരുഷന്മാരുടെ ഉൽപ്പാദനേന്ദ്രിയങ്ങളിലെ തകരാറുകൾ പരിഹരിക്കാൻ പര്യാപ്തമാണ്. ഉത്സാഹം, ബുദ്ധി, ജാഗ്രത, ശാന്തസ്വഭാവം, ബലം, ശരീരകാന്തി, സത്വൃത്തി, ശുദ്ധി, വിനയം, സൗന്ദര്യം, സത്യസന്ധത എന്നീ സത്വഗുണങ്ങൾ ഈ ഫലം സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ വർദ്ധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഈന്തപ്പഴം കഴിച്ചാൽ ഉഷ്ണത്തെ അതിജീവിക്കാൻ ശരീരത്തിന് ശേഷിയുണ്ടാകും. കാരണം ഇത് ഉഷ്ണരാജ്യത്തുണ്ടാകുന്നതാണ്. ഏതൊരു വസ്തു ഏതൊരു സ്ഥലത്തുണ്ടാകുന്നുവോ അതൊരു വിപരീത ഫലമായിരിക്കും അത് പൊതുവെ കാണിക്കുന്നത്. ഈന്തപ്പഴം സിദ്ധയിലും യുനാനിയിലും വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് ഉമിനീര് വർദ്ധിപ്പിക്കുന്നതാണ്. ഈന്തപ്പഴം ഒരു കൽപ്പ ഔഷധമായിട്ടാണ് ഔഷധങ്ങളിൽ കാണുക. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ നോക്കാം. ഒന്ന്, ഈന്തപ്പഴം പതിവായി കഴിച്ചു കഴിഞ്ഞാൽ ഉദരവായു, ഗ്യാസിൻ്റെ ശല്യം കുറയ്ക്കാനായിട്ട് നല്ലതാണ്. ഇന്നത്തെ കാലത്ത് അത് ഒട്ടേറെ ഉള്ളതാണ്. രണ്ട്, ഈന്തപ്പഴത്തിൻ്റെ കുരു 500 ഗ്രാം, ത്രികോൽപ്പന്ന കൊന്ന 200 ഗ്രാം, കരിഞ്ചീരം 200 ഗ്രാം, നീർമരുതിൻ്റെ തൊലി 200 ഗ്രാം എന്നിവ പൊടിച്ച് വെച്ചിരുന്ന് അതിൽ നിന്നും 1 സ്പൂൺ പൊടിയെടുത്ത് 5 ഇതള് വെളുത്തുള്ളിയും ചേർത്ത് 5 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 2 ഗ്ലാസ്സാക്കി അരിച്ച് രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് വീതം സേവിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും, രക്തക്കുഴലുകളുടെ തടസ്സങ്ങൾ നീങ്ങും, കൈകാൽ തരിപ്പ്, മരപ്പ്, മുട്ടുവേദന, നടുവേദന തുടങ്ങിയവ ശമിക്കുകയും ചെയ്യും. 3, മദീനയിൽ മാത്രം കാണുന്ന അജ്വ എന്ന ഈത്തപ്പഴം രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ശരീരത്തിലുണ്ടാകുന്ന വിഷം, മാരണം എന്നിവ ഏൽക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. 4, ത്വക്ക് രോഗങ്ങളിലും ക്യാൻസർ രോഗങ്ങളിലും മാനസിക അസ്വസ്ഥതകൾക്കുമൊക്കെ അജ്വ കാരയ്ക്ക മറ്റു മരുന്നുകളോടൊപ്പം നൽകിയാൽ കൂടുതൽ ഫലമുണ്ടാകും. 5, ഈത്തപ്പഴവും തേനും സമം ചേർത്ത് കഴിച്ചാൽ ധാതുപുഷ്ടി ഉണ്ടാവുകയും ശ്വാസകോശത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 6, ഈന്തക്കുരുവും വരട്ടുമഞ്ഞളും പുക തട്ടിച്ചു കഴിഞ്ഞാൽ അർശസ് ശമിക്കുന്നതാണ്. 7, ഉറങ്ങുന്നതിന് മുമ്പ് ഈത്തപ്പഴം തിന്ന് പാല് കുടിച്ചു കഴിഞ്ഞാൽ ബീജക്കുറവിന് പരിഹാരമാകും. 8, പാലിൽ ഈന്തപ്പഴവും മല്ലിയില ഇടിച്ചതും ചേർത്ത് തിളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഗർഭോൽപാദനം നടക്കും. 9, രാത്രിയിൽ വെള്ളത്തിൽ വെച്ചിരുന്ന് രാവിലെ പിഴിഞ്ഞരിച്ച് കഴിച്ചാൽ മലബന്ധം മാറിക്കിട്ടും. 10, ഈന്തപ്പഴം പതിവായി കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മ തെളിഞ്ഞു വരാനായിട്ട് നല്ലതാണ്. 11, കുരുകളഞ്ഞ ഈത്തപ്പഴവും അല്പം അമുക്കുരം പൗഡറും മല്ലിയിലയും തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഗർഭോൽപാദനം മാത്രമല്ല ഗർഭോൽപാദനത്തിന് വേണ്ടുന്ന നടപടിക്രമങ്ങളും തീവ്രഗതിയിലാവും. കിടക്കാൻ നേരം മാത്രം കഴിച്ചാൽ മതി. 12, മദ്യപാനം മൂലമുള്ള ഹാങ് ഓവർ മാറാൻ ഈന്തപ്പഴം ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം കുടിക്കാം. മദ്യപാനം മൂലമുള്ള ഛർദി, തലവേദന എന്നിവയ്ക്കുള്ള ഒരു മരുന്നാണിത്. ഒപ്പം തന്നെ മദ്യപാനിച്ച ശേഷമുള്ള പ്രശ്നങ്ങൾക്കും അല്പം പരിഹാരം ഇത് തരികയും ചെയ്യും.
13 ഈന്തപ്പഴത്തിൻ്റെ കുരു കത്തിച്ച പുകയേൽപ്പിച്ചാൽ ഗുദത്തിലുണ്ടാകുന്ന നീരും വേദനയും ഗുദഭ്രംശവും ശമിക്കുന്നതാണ്. 14 അധികം പഴകാത്ത ഈന്തപ്പഴം 1 കിലോ വാങ്ങി കഴുകി കുരു നീക്കി നുറുക്കി ഓട്ടുപാത്രത്തിലിട്ട് ചൂടാക്കുക. അതിൻ്റെ ജലാംശം വറ്റുമ്പോൾ 200 മില്ലി നെയ്യൊഴിച്ച് വഴറ്റിയെടുക്കുക. അധികം മർദ്ദിക്കാതെ തന്നെ അത് കുഴമ്പ് പോലെയാകും. അതിൽ കശുവണ്ടി, ബദാം, ആക്രോട്ട് എന്നിവ ചെറു തരികളായി പൊടിച്ച്, തീരെ പൊടിയാക്കേണ്ടതില്ല, ചേർക്കുക. മുന്തിരിയും തേനും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഭരണിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക. 2 സ്പൂൺ വീതം സേവിക്കുക. പുഷ്ടിയും ബലവും ലൈംഗിക ശേഷിയും വർദ്ധിപ്പിക്കുന്നതായി. 15 രക്തക്കുറവിന്, അനീമിയ അല്ലെങ്കിൽ വിളർച്ചയ്ക്ക് ഈന്തപ്പഴം പതിവായി കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ കഴിച്ചാലും മലബന്ധം മാറുകയും ചെയ്യും. 16 1 കിലോ ഈന്തപ്പഴം കഴുകി കുരു കളഞ്ഞ് 100 ഉണക്കമുന്തിരിയും കൂട്ടി 250 ഗ്രാം നെയ്യൊഴിച്ച് വറുത്ത് ഇടിച്ചു വയ്ക്കുക. കശുവണ്ടി, കറുവപ്പട്ട, ഏലക്കായ, പച്ചില, തിപ്പലി, ബദാം പരിപ്പ് എന്നിവ 100 ഗ്രാം വീതം പൊടിച്ചെടുക്കുക. 1/2 കിലോ ആടലോടകത്തില വെള്ളം തളിച്ച് ചതച്ച് പിഴിഞ്ഞ് ഇടങ്ങഴി നീരെടുത്ത് അതിൽ 1 കിലോ കൽക്കണ്ടം ചേർത്ത് കുറുക്കി പാവാക്കി ഇടിച്ചു വെച്ച ഈന്തപ്പഴവും ചേർത്ത് ഇളക്കി ലേഹ്യപാകമാകുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മരുന്നുകളും ചേർത്ത് ഇളക്കി വാങ്ങി 1 കിലോ തേനും ചേർത്ത് യോജിപ്പിച്ച് വയ്ക്കണം. അതിൽ നിന്നും 25 ഗ്രാം വീതം രാവിലെയും വൈകിട്ടും സേവിക്കുക. ഉരക്ഷതവും പഴകിയ ചുമയും ശമിക്കും. കരാട്ടെ മുതലായ ശാരീരിക പരിശീലനം ചെയ്യുന്നവർക്കും ഭാരജോലികൾ ചെയ്യുന്നവർക്കും ശരീരത്തിൻ്റെ ആഘാതക്ഷമതയും അധ്വാനക്ഷമതയും വർദ്ധിക്കും. ബലവും പുഷ്ടിയും ഉണ്ടാവുകയും ചെയ്യും. 17 ഈത്തപ്പഴവും 1 സ്പൂൺ ഉഴുന്നും വെള്ളത്തിലിട്ട് ബദാം പരിപ്പുമായി അരച്ച് ചേർത്ത് കുറുക്കി അല്പം നെയ്യും കൂട്ടി ചേർത്ത് വെച്ച് സേവിക്കാം. അത് രസായന ഗുണമുള്ളതാണ്, ഭക്ഷണവും ഔഷധവുമാണ്. 18 കശുവണ്ടി 200 ഗ്രാം, ബദാം പരിപ്പ് 200 ഗ്രാം, നൈക്കരണപ്പരിപ്പ് 200 ഗ്രാം, അമുക്കുരം 200 ഗ്രാം ഇവ പൊടിച്ചെടുക്കുക. ചക്കപ്പഴം 1 കിലോ, ഈന്തപ്പഴം 1 കിലോ, ആവശ്യത്തിന് അരിപ്പൊടിയും തേങ്ങാപ്പാലും ശർക്കരയും ചേർത്ത് ലേഹ്യമാക്കുക. അത് സേവിച്ച് കഴിഞ്ഞാൽ ശരീരശേഷിയും ലൈംഗിക ശേഷിയും വർദ്ധിക്കുന്നതാണ്. 19 ഈന്തപ്പനയുടെ 1 ടീസ്പൂൺ പൂമ്പൊടി തേനിലോ പാലിലോ ചേർത്ത് രാവിലെയും വൈകിട്ടും ഉപയോഗിക്കാം. ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഇത് എല്ലുകളെ ബലപ്പെടുത്തുന്നതും വന്ധ്യതയ്ക്കും ആർത്തവ ക്രമക്കേടിനും ശീഘ്രസ്ഖലനത്തിനുമൊക്കെ മറ്റ് ലൈംഗിക പ്രശ്നങ്ങൾക്കും താല്പര്യക്കുറവുകൾക്കും ഒക്കെ പ്രതിവിധിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അറേബ്യൻ നാടുകളിൽ പൂമ്പൊടി മാർക്കറ്റിൽ ലഭ്യമാണ്. പൂമ്പൊടിക്ക് അറബിയിൽ തോൽബന്നസിൽ എന്നാണ് പറയുന്നത്. 20 ഗ്രാമ്പു, ഏലക്ക, കുങ്കുമപ്പൂ ഇവ 50 ഗ്രാം വീതം പൊടിച്ച് 50 ഗ്രാം ഈന്തയുടെ പൂമ്പൊടിയും ചേർത്ത് വെച്ചിരുന്ന് 1 സ്പൂൺ പൊടിയെടുത്ത് പനിനീരിൽ കുഴച്ച് തിളച്ച വെള്ളമൊഴിച്ച് കലക്കി കുടിക്കുക. അപ്പോൾ ഈ അടുപ്പത്ത് ഈ മരുന്ന് വെക്കേണ്ട കാര്യമില്ല. വെള്ളം ഈ പൊടിയിലേക്ക് ഒഴിച്ചാൽ മതിയാവും. ഇത് ആരോഗ്യത്തിന് വളരെ വിശിഷ്ടമായ ഒരു പാനീയമാണ്. 21 രോഗം കൊണ്ട് ക്ഷീണിച്ചവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ ഈന്തപ്പഴം പാലിൽ അരച്ച് കൊടുക്കുന്നത് നല്ലതാണ്. 22 ഈന്തപ്പഴത്തിൻ്റെ കുരു അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദന ശമിക്കുന്നതാണ്. 23 ഈന്തക്കുരു അരച്ച് കലക്കിയ വെള്ളം കൊണ്ട് കണ്ണ് കഴുകിയാൽ, കുരുവാണ് പഴമല്ല, ആ കുരു അരച്ച് കണ്ണ് കഴുകിയാൽ കൃഷ്ണമണിയിലുണ്ടാകുന്ന വെളുപ്പ് മാറിക്കിട്ടും. ഒപ്പം തന്നെ കാഴ്ചശക്തിക്കും പ്രയോജനം ചെയ്യും. 24 ഈന്തപ്പഴം കുരു കളഞ്ഞ് അതിൻ്റെ ഫലമെടുത്ത് ഉണ്ട ഉരുട്ടി അത് വിരൽ കൊണ്ട് ദ്വാരമുണ്ടാക്കി അതിൽ ഏലത്തരി, കറുവാപ്പട്ട, പച്ചില, നാഗപ്പൂ, ജാതിപത്രി, ശുദ്ധി ചെയ്ത ഉമ്മത്തരി എന്നിവ എടുത്ത് പൊടിച്ച പൊടി നിറച്ച് വീണ്ടും അത് ഉണ്ടയാക്കുക. ആവശ്യമെന്ന് തോന്നുമ്പോൾ രാത്രി സേവിച്ച് പാൽ കുടിക്കണം. ലൈംഗിക ശേഷി വർദ്ധിക്കുന്നതാണ്. 25 അറ്റാക്ക് രോഗികൾക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരുവും കണിക്കൊന്നയുടെ തൊലിയും കൂടി പൊടിച്ച് 1 സ്പൂൺ ചൂടുവെള്ളത്തിൽ കലക്കി രാവിലെ കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണ്. 26
കുരുകളഞ്ഞ ഈന്തപ്പഴവും ചുക്കും മാങ്ങയണ്ടിയുടെ പരിപ്പും ചെറുനാഗപ്പൂവും കശകശയും ചേർത്ത് വടകമാക്കി സേവിച്ചാൽ ശരീരത്തിൻ്റെ ദൃഢതയും ബലവും വർദ്ധിക്കും, രക്താതിസാരം ശമിക്കും. 27 ഈന്തയുടെ കുരുന്ന് സേവിച്ചു കഴിഞ്ഞാൽ കഫഗുന്മം ശമിക്കുന്നതാണ്. 28 ഈന്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ പായിൽ കിടന്നാൽ വാതഗുന്മവും നീരും പാണ്ഡുരോഗവും ഉഷ്ണരോഗങ്ങളും ശമിക്കുകയും വിശപ്പുണ്ടാവുകയും ചെയ്യും. 29 കീഴാർനെല്ലി, കയ്യോന്നി, നെല്ലിക്ക എന്നിവയോട് ചേർത്ത് ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വിളർച്ച ശമിക്കും, മലബന്ധം ശമിക്കും, ദഹനം മെച്ചപ്പെടുത്തും. 30 ഈന്തപ്പഴത്തിൻ്റെ കുരു ഉണക്കിപ്പൊടിച്ച് വെള്ളം തിളപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹത്തിന് നല്ലതാണ്. 31 ഈന്തപ്പഴത്തിൻ്റെ കുരുവും ബദാം പരിപ്പും സമം കരിച്ച കരി പനിനീരിൽ അരച്ച് തേച്ച് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ രോമ വളർച്ച കുറവുള്ള യുവാക്കൾക്ക് വളരെ നല്ലതാണ്. 32 കൈതച്ചക്ക, മാമ്പഴം, ചിറ്റീന്തൽ പഴം, പുളി, മാതളപ്പഴം, മുന്തിരി, ഓറഞ്ച്, ഈന്തപ്പഴം ഇവ തൊലി കളയേണ്ടവ തൊലി കളഞ്ഞ് നുറുക്കി വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേന്ന് പിഴിഞ്ഞരിച്ചെടുക്കുക. ഇതിന് പിനകമെന്നാണ് പറയപ്പെടുക. ഇതിൽ ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് അല്പം കുരുമുളക് പൊടിയും ചേർത്ത് യോജിപ്പിക്കുക. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിത്താധിക്യം ശമിക്കുന്നതാണ്, അതിദാഹവും ചുട്ടുനീറലും മാറുന്നതാണ്. 33 ഈന്തപ്പഴം ആട്ടിൻപാലിൽ രാത്രി മുഴുവൻ കുതിർത്ത് രാവിലെ അരച്ച് വെറും വയറ്റിൽ കുടിക്കുന്നത് ലൈംഗികക്ഷമതയ്ക്കും അലർജിക്കും നല്ലതാണ്. 34 5 ഈന്തപ്പഴം, 5 കുരുമുളക്, 1 കഷ്ണം ഇഞ്ചി എന്നിവ പാലിലിട്ട് തിളപ്പിക്കുക. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് രാവിലെ കിടക്കാൻ നേരത്ത് കുടിക്കുക. ഇത് കോൾഡിന് നല്ലൊരു പരിഹാരമാർഗമാണ്, നല്ല ഉറക്കവും ലഭിക്കും. 35 സ്ത്രീകളിലെ അസ്ഥി ഉരുക്കം അഥവാ വെള്ളപ്പോക്കിന് ഉണങ്ങിയ ഈന്തപ്പഴം അരച്ച് നെയ്യിൽ കലർത്തി ഗോപീചന്ദനത്തിനൊപ്പം കഴിച്ചാൽ ഗുണപ്രദമാണ്. ഇതിൻ്റെ കൃഷി വിവരങ്ങൾ നോക്കാം. ഈ പനയുടെ ചുവട്ടിൽ നിന്നും മറ്റ് പല കാണ്ഡങ്ങൾ മുളച്ചു വരും. ഈ കാണ്ഡങ്ങൾ വേർപിരിച്ച് നട്ടാണ് സാധാരണഗതിയിൽ പുതിയ പനകൾ കൃഷി ചെയ്യുന്നത്. വിത്തുകൾ കിളിർപ്പിച്ചും ഇത് തൈകൾ വളർത്താമെങ്കിലും അങ്ങനെ ഉണ്ടാകുന്ന പനകളുടെ പഴങ്ങൾക്ക് ഗുണവും വലിപ്പവും കുറവായിരിക്കും. മാത്രമല്ല ആൺപെൺ പനകൾ തിരിച്ചറിയുക പ്രായോഗികവുമല്ല. പ്രകൃത്യാ കാണപ്പെടുന്ന പനകൾ കായ്ക്കുന്നതിന് 7 മുതൽ 8 വർഷം വരെ എടുക്കാമെങ്കിലും ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പനകൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കായ്ച്ചു തുടങ്ങുന്നുണ്ട്. ആൺപെൺ പൂവുകൾ വെവ്വേറെ പനകളിലാണ് ഉണ്ടാകുക. കൃഷിത്തോട്ടങ്ങളിലും മറ്റും പെൺപനകളാണ് കൂടുതലായി നട്ടു വളർത്തുന്നത്. ഈന്തപ്പന പൂക്കുന്ന സീസണിൽ കൃത്രിമ പരാഗണം വഴിയാണ് പൂക്കളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രജനനം നടത്തുക. ആൺപൂവിതൾ പെൺപൂവിതളിൽ വെച്ച് കെട്ടുകയാണ് പതിവ്. അങ്ങനെയാണ് പരാഗണം നടത്തുന്നത്. തമിഴ്നാട്ടിൽ മധുരയ്ക്കടുത്ത് ഒരു ഈന്തപ്പന തോട്ടമുണ്ട്. അവിടെ ടിഷ്യൂ കൾച്ചർ തൈകൾ വിൽപ്പനയ്ക്കുണ്ട്. 2 വർഷം പ്രായമായ ആൺമരത്തിന് 5000 രൂപയും പെൺമരം 7 28,000 രൂപയുമാണ് അവിടെ വിലയായിരുന്നു. ഇപ്പോൾ വില മാറിയെന്ന് അറിഞ്ഞുകൂടാ. ഇവ നട്ടാൽ ഏതാണ്ട് 2 വർഷം കൊണ്ട് അത് കായ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ജനുവരിയിലാണ് ഈന്തപ്പന പൂക്കുക. ജൂൺ ജൂലൈയിൽ പഴുക്കും. നമ്മുടെ നാട്ടിൽ ആ സമയം മഴയായതുകൊണ്ട് പഴുത്തു ഭാഗമായി പറിക്കാൻ ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം. ഔഷധമായി ഈന്തപ്പഴം ഉപയോഗിക്കുമ്പോൾ നല്ല ഇനം ഈന്തപ്പഴം തിരഞ്ഞെടുക്കണം. ആടുമാടുകൾക്ക് വേണ്ടി കൃഷി ചെയ്തെടുക്കുന്ന ഈന്തപ്പഴവും ചില ലൈനിയിലൊക്കെ മുക്കി മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. നല്ല ഈത്തപ്പഴം പാകമായാൽ ബ്രൗൺ നിറമായിരിക്കും. അത് അമർത്തിയാൽ സ്പോഞ്ച് പോലെ മൃദുവായിരിക്കും. എന്നാൽ ഒരു ഭാഗം ചുവപ്പ് ഒരു ഭാഗം വെള്ളയുമായി കാണുന്നവയും കടുപ്പമുള്ളവയും ഒന്നും നല്ല ഇനങ്ങളല്ല. അവ മൂപ്പത്താത്തതോ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പഴുപ്പിച്ചതോ ഒക്കെ ആയിരിക്കും. പാർശ്വഫലങ്ങളെ നോക്കാം. ഈന്തപ്പഴം അമിതമായി കഴിഞ്ഞാൽ ഭേദി അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.